ഹായ് ഫാരിസാണ്. മസനഗുഡി ഭാഗത്തുള്ള പേരകളൊക്കെ നീണ്ട പേരകളേക്കാരം. ഒരു രണ്ടട്ടിയൊന്നും ഉണ്ടാക്കൂല, ആകെ ഒരൊറ്റ ഉണ്ടാക്കുള്ളൂ. അതിന്റെ നീളത്തിലാണ് ഉണ്ടാക്കുക. കുറച്ചാണ്ട് കഴിഞ്ഞപ്പോൾ സുലൈമാനും എണ്ണിമാനും കുട്ടിമാനും ഇല്ലാത്ത മാനകളെ കണ്ടു. ഈ മാനുകൾക്ക് പുലിനെ കണ്ടിട്ടൊന്നും പേടിയില്ലെന്നാ തോന്നുന്നത്. കാരണം ഇന്നെ കണ്ടിട്ടൊന്നും പോലെ പോയില്ല. കുറച്ചപ്പുറത്ത് വിദൂരത്ത് ഒരു ആനയും നിൽക്കുന്നുണ്ട്. ആനയും മാനുകളൊക്കെ ഉണ്ടോ വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ മസനഗുഡി അങ്ങാടിയിലെത്തി. അവിടെ ഉണ്ട് വലിയൊരു നീണ്ട ടാങ്കിൽ വെള്ളം നിറച്ചു. ഇത് മൃഗങ്ങൾക്ക് കുടിച്ചാല വെള്ളമാണെന്നാ പറഞ്ഞത്. ഞങ്ങളപ്പം പോകുന്ന ഒരു മൊയന്ത് തിന്ന് വെള്ളം കുടിച്ചിക്കണ്. പിന്നെ അവിടെ നിന്ന് ഒരു സെൽഫി പൂശി. ഇവിടുത്തോലൊക്കെ പാളോണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റിലാണ് ചോറുന്നല്. കാരണം ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചു. അങ്ങനെ 36 ഹെയർ പിൻ ബെൻഡിലെ ചുരം കയറി തുടങ്ങി. പിന്നെ ചുരത്തിന്റെ പകുതി എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചാൽ നിർത്തി. അന്ന് എന്റെ ഒപ്പം പെരിന്തൽമണ്ണ പഠിച്ച ചങ്ങായിനെ കണ്ടു. അവിടെ ഉണ്ട് 6 നേറ്റും തമ്മിയന്മാർ പണിയെടുക്കണേ. ഇവിടെ തണുപ്പായോണ്ട് എത്ര പണിയെടുത്താലും വിയർക്കൂല. അങ്ങനെ ഊട്ടിയിലെത്തി. ഇതാണ് ഊട്ടിത്തെ റെയിൽവേ സ്റ്റേഷൻ. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റെയിൽവേ പാളത്തുമ്മ കൂടെയാണ് ഇവിടുത്തെ ട്രെയിനൊക്കെ പോകുന്നത്. പിന്നെ കൗങ്ങിന്റെ പാളിയിൽ പോകില്ലല്ലോ. 1908 ഇത് ഉണ്ടാക്കിയത്. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളത്തേക്കുള്ള ട്രെയിൻ യാത്ര അതിമനോഹരമാണ്. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ. നമ്മുടെ സാധാ പോലത്തെ ട്രെയിൻ അല്ല, ടോയ് ട്രെയിൻ പോലത്തെ ട്രെയിനാണ്. ഈ ട്രെയിനിന്റെ ടിക്കറ്റ് ഇട്ടെങ്കിൽ 2-3 മാസം മുന്നേ ബുക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു. റൂമിലാണെങ്കിൽ എസിയും ഫാനൊന്നും ഇല്ല. ഊട്ടിയിലല്ലെങ്കിൽ എത്തുന്ന എസിയും ഫാനൊക്കെ. ടിവിയിലാണെങ്കിൽ മലയാളികൾ വന്നിട്ടും തമിഴിലാണ് എഴുതി കാട്ടുന്നത്. ഞാൻ അങ്ങനെ റൂമിൽ നിന്ന് വല്ല കണ്ടന്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിക്കാണ് പുറത്തേക്ക് ഇറങ്ങി. റൂമിന്റെ മുന്നിലാണ് മലബാർ റെസ്റ്റോറന്റ് ഉണ്ട്. അടുത്തൊരു കടയിലുണ്ട് സമൂസന്റെ ആകൃതിയിലുള്ള കുപ്പായൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഫോളോ ചെയ്യാ. ബാക്കി മറ്റന്നാൾ.